വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലുക്കാസ് ചുങ്കത് ജ്വല്ലറി. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള UDFന്റെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. ഐ ഗ്രൂപ്പ് 30 സീറ്റിലും എ ഗ്രൂപ്പ് 17 സീറ്റിലും മത്സരിച്ചേക്കും. മന്ത്രി CN ബാലകൃഷ്ണന്റെ മകൾ CB ഗീതയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടതില്ലെന്ന് ധാരണ. തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളുടെ പട്ടികയായി. 40 സീറ്റിൽ CPM-ഉം 9 സീറ്റിൽ CPI-യും മത്സരിക്കും. വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ആശാരിക്കാട് കുരിശുപള്ളി വെള്ളച്ചാൽ നിവാസികൾ. വർഷങ്ങളായിട്ടും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. തൃശൂർ കേരളവർമ്മ കോളേജിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനെതിരെ SFI സമരം ആരംഭിച്ചു. ബീഫ് വിവാദം സംബന്ധിച്ച തുടർ നടപടികൾ ചൊവ്വാഴ്ച നടക്കുന്ന അച്ചടക്ക സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. ചാലക്കുടി പുഴയിലെ പാൽപ്പുഴ കടവിൽ കാണാതായ +1 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. പുളിയനം കുഴുപ്പള്ളി സ്വദേശി വിസ്മയയാണ് മരിച്ചത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നിർണയം സമവായത്തിലേക്ക്. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിച്ചാൽ മതിയെന്ന് ധാരണയായി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് വിഭജനത്തിൽ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. ആകെയുള്ള 55 സീറ്റിൽ 31 സീറ്റ് ഐ ഗ്രൂപ്പും 17 സീറ്റിൽ എ ഗ്രൂപ്പും 8 സീറ്റ് ഘടകകക്ഷിക്കും നൽകാനാണ് ധാരണയായിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ചൊവ്വാഴ്ച രാവിലെ നടത്തും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെങ്കിലും മന്ത്രി CN ബാലകൃഷ്ണന്റെ മകൾ CB ഗീതയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടതില്ല എന്നാണ് പൊതുവെ ധാരണയായിരിക്കുന്നത്. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളുടെ അവകാശവും കാലാവധിയും സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. CB ഗീതയെ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയതിനെതിരെ ഒരു വിഭാഗം എ ഗ്രൂപ്പ് പ്രവർത്തകർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. എ ഗ്രൂപ്പ് നീക്കത്തിനെതിരെ ഐ ഗ്രൂപ്പ് കടുത്ത പ്രതിരോധവുമായി രംഗത്തെത്തിയതോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും അനിശ്ചിതത്വത്തിലായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻകുട്ടി, മന്ത്രി CN ബാലകൃഷ്ണൻ, CB ഗീത എന്നിവരുമായി ചർച്ച നടത്തി. താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പാർട്ടി നേതൃത്വത്തിനോട് അറിയിച്ചിട്ടുണ്ടെന്ന് ചർച്ചകൾക്ക് ശേഷം CB ഗീത മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തീരുമാനിച്ചില്ലേ, പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥി ചെയ്തിട്ടില്ലല്ലോ. കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിക്കുമെന്നും മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻകുട്ടി പറഞ്ഞു. കോൺഗ്രസിനകത്തുള്ള എല്ലാ പ്രതിസന്ധികളും ഞങ്ങൾ മറികടക്കും. എല്ലാ പ്രതിസന്ധികളും. കോൺഗ്രസിലെ സീറ്റ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസിലെ MLA-മാർ അടക്കമുള്ള AI ഗ്രൂപ്പ് നേതാക്കൾ സംയുക്ത യോഗം ചേർന്നു. TCV ന്യൂസ്, തൃശൂർ. ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അവഗണനയ്ക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ആശാരിക്കാട് കുരിശുപള്ളി വെള്ളച്ചാൽ നിവാസികൾ. വർഷങ്ങളായിട്ടും വെള്ളം, വഴി, വെളിച്ചം, പട്ടയം എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതായതോടെയാണ് നാട്ടുകാരുടെ ഈ പ്രതിഷേധം. തിരഞ്ഞെടുപ്പുകൾ പലതും മാറി മാറി കടന്നുപോയി. ചിരിച്ച മുഖവുമായി എത്തി നിരവധി സ്ഥാനാർത്ഥികൾ വോട്ട് നേടി വിജയിക്കുകയും ചെയ്തു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ ജയിച്ചുപോയ ജനപ്രതിനിധികൾ ആരും പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതായതോടെ വോട്ടിന്റെയും വോട്ടർമാരുടെയും വില രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയിച്ചു കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ആശാരിക്കാട് കുരിശുപള്ളി വെള്ളച്ചാൽ നിവാസികൾ. ഇവിടെ 100ഓളം കുടുംബങ്ങൾ 60 വർഷത്തിലധികമായി താമസിക്കുന്നുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും വഴി, വെള്ളം, വെളിച്ചം, പട്ടയം എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഈ വഴി വരേണ്ട എന്നാണ് ജനങ്ങൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത്. ഇലക്ഷന് മാത്രം ഇവരിങ്ങോട്ട് ഒരു തവളയുടെ മാതിരി ഒരു തവള കുളത്തിൽ നിന്ന് കയറി വരുന്ന കണക്ക് അവർ വരും, ആ വോട്ട് ചെയ്യിക്കും, ഞങ്ങൾ കുത്തുക. ഇവിടെ വിവരമില്ലാത്തവരാണെന്ന് അവർ കരുതിയത്. ഇനി വിവരക്കേട് ഞങ്ങൾ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഏതായാലും കാണിച്ചു കൊടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. വോട്ട് ചോദിച്ചാൽ ആരും ഇങ്ങോട്ട് വരണ്ട. ഈ ഭാഗത്തുള്ള പല പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങളെ ഒരു പാർട്ടി നോക്കാണ്ട് ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനം. ഈ ഒരു നേതാക്കന്മാർ ഇങ്ങോട്ട് വരണ്ട. ഈ പരിപാടി കാണുന്ന ഒരു നേതാക്കന്മാർ ഈ ഭാഗത്തോട്ട് വരണ്ട. വന്നു കഴിഞ്ഞാൽ വോട്ട് കിട്ടുകയില്ല, കൊടുക്കുകയില്ല.
അടിയും കിട്ടും, മിക്കവാറും അടിയും കിട്ടും മറ്റങ്ങൾക്ക്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും നരകവാദിയുടെ ദുർവിധി മാറാൻ നാട്ടുകാർ സ്ഥലം വിട്ടു നൽകിയിട്ടും ഈ റോഡിൽ ടാറിങ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വഴി കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. ജലനിധി പദ്ധതിക്കായി നാട്ടുകാർ കാശുകുറെ ചിലവഴിച്ചതല്ലാതെ 13 വർഷമായിട്ടും കുടിവെള്ളം ലഭ്യമാകാതായതോടെ നാട്ടുകാർ ഗ്ലാസ് സമരം തുടങ്ങിയെങ്കിലും 110 ദിവസം പിന്നിട്ടിട്ടും നടപടിയായിട്ടില്ല. അതിനാൽ ഈ പ്രദേശത്തെ വീടുകൾക്ക് മുന്നിൽ കുടിവെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വഴിയിൽ ഗ്ലാസുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ റോഡിലെ ഒരു വൈദ്യുത പോസ്റ്റിൽ പോലും വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ല. ബൈക്കിൽ പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കുണ്ടും കുഴിയും, വെള്ളം 12 വർഷമായി. 12 വർഷമായിട്ട് ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിവിളക്കില്ല. ടാർ ചെയ്തില്ലെങ്കിലും മെറ്റിലിംഗെങ്കിലും നടത്തി തന്നാൽ ഞങ്ങൾക്ക് അത്ര ഉപകാരം ഒന്നും കൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആശാരിക്കാട് കുരിശുപള്ളി വെള്ളച്ചാൽ റോഡിൽ താമസിക്കുന്ന 100ഓളം കുടുംബങ്ങളിൽ 90ഓളം പേർക്കും പട്ടയം ലഭ്യമായിട്ടില്ല. നാടിനു വേണ്ടിയും ജനങ്ങൾക്കു വേണ്ടിയും തിരഞ്ഞെടുക്കുന്ന ഈ ജനപ്രതിനിധികൾ അവരുടെ കടമ മറക്കുമ്പോൾ ഇതിനെതിരെ കണ്ണുതുറപ്പിക്കാൻ ഇത്തരമൊരു പ്രതിഷേധത്തിനാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ കാത്തിരിക്കുകയാണ് 100ഓളം കുടുംബങ്ങൾ. വാഗ്ദാനങ്ങൾ ഇനി വില പോകില്ല. കാരണം വാഗ്ദാനങ്ങൾ കേട്ടുമടുത്തവരാണ് ഇവർ. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്താൽ മാത്രമേ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം വിനിയോഗിക്കുകയുള്ളൂ എന്നാണ് ആശാരിക്കാട് കുരിശുപള്ളി വെള്ളച്ചാൽ റോഡിൽ താമസിക്കുന്നവർ പറയുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളായൻകര, TCV ന്യൂസ്. തൃശൂർ കേരളവർമ്മ കോളേജിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനെതിരെ SFI സമരം ആരംഭിച്ചു. ബീഫ് വിവാദം സംബന്ധിച്ച തുടർ നടപടികൾ ചൊവ്വാഴ്ച നടക്കുന്ന അച്ചടക്ക സമിതി യോഗത്തിൽ ചർച്ച ചെയ്തേക്കും. ബീഫ് ഫെസ്റ്റിവൽ അടക്കമുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കോളേജിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത്. കോളേജിന് പുറത്തുനിന്നുള്ളവർ പ്രവേശിക്കുന്നതായും അനാവശ്യമായി താവളമടിക്കുന്നതായും ആക്ഷേപമുയർന്നിരുന്നു. അനുവാദമില്ലാതെ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതിനിടെ ഉണ്ടായ സംഘർഷമാണ് പിന്നീട് വലിയ വിവാദത്തിൽ കലാശിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ജാഗ്രതയും ഇടപെടലും ആവശ്യമാണെന്ന് കഴിഞ്ഞ ദിവസം PTA യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. ദേവസ്വം ബോർഡിന് നടത്താനാകുന്നില്ലെങ്കിൽ കോളേജ് സർക്കാരിന് വിട്ടു നൽകണമെന്നും നിർദ്ദേശമുയർന്നിരുന്നു. കോളേജിൽ സമാധാനാന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി CCTV സ്ഥാപിക്കുന്നതിനെതിരെ PTA യോഗത്തിലും വിമർശനമുയർന്നിരുന്നു. കോളേജിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചതോടെ ഇതിനെതിരെ SFI പ്രവർത്തകർ സമരവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബീഫ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചൊവ്വാഴ്ച കോളേജ് അച്ചടക്ക സമിതി യോഗം ചേരും. ബീഫ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിരുന്ന കോളേജ് തിങ്കളാഴ്ച തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടി പുഴയിലെ പാൽപ്പുഴ കടവിൽ കാണാതായ +1 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. പുളിയനം കുഴുപ്പള്ളി പരേതനായ സുഗുവിന്റെ മകൾ വിസ്മയയാണ് മരിച്ചത്. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലിശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് വിസ്മയ. തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ വന്ന ശേഷം ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് ലീവ് ലെറ്റർ എടുക്കാനാണെന്ന് പറഞ്ഞ് വിസ്മയ തിരിച്ചു പോകുകയായിരുന്നു. പെൺകുട്ടി കടവിൽ ഇരിക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. കാരണം തിരക്കിയപ്പോൾ കൂട്ടുകാരിയെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കടവിൽ നിന്ന് ലഭിച്ച പെൺകുട്ടിയുടെ ബാഗിൽ ഗുളികകൾ ഉണ്ടായിരുന്നു. പൂവത്തുശ്ശേരിയിലുള്ള അമ്മയുടെ വീട്ടിൽ നിന്നാണ് വിസ്മയ സ്കൂളിൽ വന്നിരുന്നത്. ദേശീയപാത പെരിയമ്പലത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. തങ്ങൾപടി റോഡിൽ മൂപ്പാടത്ത് ചന്ദ്രന്റെ മകൻ 26 വയസ്സുള്ള അഖിലേഷാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 9:30-ക്കായിരുന്നു അപകടം. അണ്ടത്തോട് നിന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന അഖിലേഷിന്റെ ബൈക്കിൽ ചാവക്കാട് ഭാഗത്തുനിന്ന് മീനുമായി വന്നിരുന്ന വാൻ ഇടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തിങ്കളാഴ്ച പുലർച്ചെ 3:30-യോടെ മരിച്ചു. ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിന് ശേഷം വലത് മാറിൽ കല്ലിപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതി മരിച്ചു. ചിയാരം പുളിക്കപ്പറമ്പിൽ വീട്ടിൽ സജിൻ ഭാര്യ 22 വയസ്സുള്ള അശ്വതിയാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഞായറാഴ്ച അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായി പരാതിയിൽ പറയുന്നു. തുടർന്ന് ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അശ്വതി തിങ്കളാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. പരാതിയെ തുടർന്ന് ചേർപ്പ് പോലീസ് കേസെടുത്തു. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ഒടുവിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം തുടങ്ങി. അത്യാഹിത വിഭാഗത്തിലെ സുരക്ഷാ പാളിച്ചകൾ മൂലം ദിവസവും നിരവധി അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഡ്യൂട്ടി സമയത്ത് ജീവനക്കാർക്ക് നേരെയും ആക്രമണങ്ങളും മറ്റു പ്രശ്നങ്ങളും ഏറെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ പോലീസ് സേവനം
ഏർപ്പെടുത്തുമെന്ന് അധികൃതർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എയ്ഡ് പോസ്റ്റ് തുറന്നത്. പകൽ 3 രാത്രി 2 പോലീസുകാർ വീതമാണ് ഡ്യൂട്ടിയിലുണ്ടാവുക. എയ്ഡ് പോസ്റ്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷേളി വാസു ഉദ്ഘാടനം ചെയ്തു. സൂപ്രണ്ട് കെ ബാലഗോപാൽ, SI ഷംസുദ്ദീൻ, ഡോക്ടർ അരുൺ, ഡോക്ടർ ഷെഫീഖ്, ഡോക്ടർ അമൽ, ഡോക്ടർ കിരൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വടക്കേ കാരമുക്കിൽ കടന്നൽ ആക്രമണത്തിൽ 3 പേർക്ക് കുത്തേറ്റു. വടക്കേ കാരമുക്ക് സ്വദേശികളായ ഒവാട്ട് സുനി, പ്രശാന്ത് കടുക്കാട്ട്, KCB ജീവനക്കാരനായ പെരുമ്പിടി അരവിന്ദൻ എന്നിവർക്കാണ് കുത്തേറ്റത്. കണിയാമ്പറമ്പിൽ ഓയിൽ മില്ലിന് സമീപത്തെ അരിമ്പൂർ വെറങ്ങൻ തോമസിന്റെ പ്ലാവ് മുറിച്ചു മാറ്റുന്നതിനിടയിലായിരുന്നു സംഭവം. മരം മുറിക്കുന്ന കട്ടർ മെഷീനിന്റെ ശബ്ദം കേട്ട് സമീപവാസിയായ പള്ളിക്കുന്നത്ത് ബേബിയുടെ മാവിൽ കൂടുകൂട്ടിയ കടന്നലുകൾ കൂട്ടത്തോടെ എത്തി ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ 3 ആശുപത്രിയിൽ ചികിത്സ തേടി. കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ കപ്പേളയ്ക്ക് നേരെ ആക്രമണം. സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന് കീഴിലുള്ള കപ്പേളയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണമുണ്ടായത്. കപ്പേളയുടെ രൂപക്കൂടിന്റെ ചില്ല് അടിച്ചു തകർത്ത നിലയിലാണ്. കപ്പേളയ്ക്ക് പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള മെഴുകുതിരി സ്റ്റാൻഡ് ഉപയോഗിച്ചാണ് രൂപക്കൂടിന്റെ ചില്ല് അടിച്ചു തകർത്തിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ടൗൺ മേഖലാ സമ്മേളനം തൃശൂരിൽ നടന്നു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P. ഗോപകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് P. വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. COA ജില്ലാ പ്രസിഡന്റ് VK പ്രമോദ് കുമാർ, ജില്ലാ സെക്രട്ടറി PB സുരേഷ്, മേഖലാ സെക്രട്ടറി KA ഡേവിസ്, ട്രഷറർ TJ ജോർജ് ലിയോ, മേഖലാ ജോയിന്റ് സെക്രട്ടറി KB സുധീർ, കേരള വിഷൻ ചെയർമാൻ KB ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനേക്കാളും ആഹ്ലാദമാണ് കോൺഗ്രസ് S ഗുരുവായൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് മായ മോഹന്. തിങ്കളാഴ്ച നറുക്കെടുത്ത കേരള സർക്കാരിന്റെ വിൻ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനമായ 65 ലക്ഷത്തിന് അർഹനായത് മായ മോഹനാണ്. 1ാം സമ്മാനമായ 65 ലക്ഷത്തിന് പുറമെ 6 സമാശ്വാസ സമ്മാനങ്ങളും ലഭിച്ചതിന്റെ ഇരട്ടി മധുരത്തിലാണ് മായ മോഹൻ. തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദം പോലെ പടക്കം പൊട്ടിച്ചും മധുരം പങ്കിട്ടുമാണ് നാട്ടുകാരും അനുയായികളും മായ മോഹന്റെ ഈ സന്തോഷത്തിൽ പങ്കാളികളായത്. ഗുരുവായൂർ സ്വദേശി മടത്തിൽ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള പടിഞ്ഞാറനടയിലെ നല്ല കാലം ലോട്ടറി ഏജൻസിയിൽ നിന്നെടുത്ത ടിക്കറ്റിനാണ് 1ാം സമ്മാനമായ 65 ലക്ഷം രൂപയുടെ നറുക്കുവീണത്. ഇതിന്റെ കൂടെയുള്ള 6 ടിക്കറ്റുകൾക്ക് സമാശ്വാസ തുകയായ 10,000 രൂപ വീതം 60,000 രൂപയുടെ സമ്മാനവും മായാമോഹനാണ്. ഗുരുവായൂർ ദേവസ്വം റിട്ടയർഡ് ജീവനക്കാരനാണ് മായാമോഹൻ. കണ്ണൂർ ഇരിക്കൂർ സ്വദേശിയായ മായാമോഹൻ വർഷങ്ങളായി ഗുരുവായൂരിലാണ് താമസം. മകൻ ജയകൃഷ്ണൻ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം ഗസ്റ്റ് ഹൌസിലെ ജീവനക്കാരനാണ്. മകനോടൊപ്പം താമരയൂരിലുള്ള ദേവസ്വം ക്വാർട്ടേഴ്സിലാണ് മായാമോഹൻ താമസിക്കുന്നത്. വർഷങ്ങളായി ലോട്ടറി എടുക്കാറുള്ള ഇദ്ദേഹത്തിന് 1/2 ലക്ഷം രൂപയിൽ താഴെയുള്ള സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ തുക ആദ്യമായാണ് ലഭിക്കുന്നത്. സ്വന്തമായി വീടില്ലാത്ത മായാമോഹന് സമ്മാനത്തുക ഉപയോഗിച്ച് ഗുരുവായൂരിൽ നല്ലൊരു വീട് വെക്കണമെന്നാണ് ആഗ്രഹം. ഗുരുവായൂരപ്പന്റെ കടാക്ഷം ഒന്നു മാത്രമാണ് തനിക്ക് സമ്മാനം ലഭിക്കാൻ കാരണമെന്നും മായാമോഹൻ പറഞ്ഞു. കോൺഗ്രസ് S സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് മായാമോഹൻ. നേതാവിന് ലോട്ടറി അടിച്ചു തെറിഞ്ഞതോടെ ക്ഷേത്ര പരിസരം ഉത്സവ പ്രതീതിയിലായിരുന്നു. നിയുക്ത സ്ഥാനാർത്ഥിക്കൊപ്പം സുഹൃത്തുക്കളും കുടുംബവും മായാമോഹനെ അനുമോദിക്കാനെത്തി. TCB ന്യൂസ്, ഗുരുവായൂർ. നടത്തറയിൽ വീടിന്റെ ജനൽ കുത്തി തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് പിടികൂടി. മാപ്രാണം കുറ്റുമുക്ക് ശാന്തിനഗർ സ്വദേശി പള്ളിയിൽ വീട്ടിൽ റിജേഷ് എന്ന കണ്ണനാണ് പിടിയിലായത്. 2003 നടത്തറ JP നഗറിലുള്ള ജീവൻ ജോസഫിന്റെ വീട്ടിൽ മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള LP സ്ക്വാഡ് അംഗങ്ങളും CPOമാരുമായ പ്രീബു, ശശിധരൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. 2003 എടക്കുന്നി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം ബൈക്ക് യാത്രക്കാരനെ തടഞ്ഞു നിർത്തി പണം തട്ടിയ കേസിലും ഇയാൾക്കെതിരെ ഉല്ലൂർ സ്റ്റേഷനിൽ കേസുണ്ട്. പൂങ്കുന്നം പുഷ്പഗിരി അഗ്രഹാര വീഥികളെ ഭക്തിസാന്ദ്രമാക്കി കേരള ബ്രാഹ്മണ സഭ തൃശൂർ ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ ബൊമ്മക്കൊലു ഒരുക്കി. പുതുതലമുറയിലുള്ളവർക്ക് പുരാണ ഇതിഹാസ സന്ദേശങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 17 വർഷം മുമ്പാണ് കേരള ബ്രാഹ്മണ സഭ തൃശൂർ ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ ബൊമ്മക്കൊലു ആരംഭിച്ചത്. നവരാത്രി കാലങ്ങളിൽ തമിഴ് ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ബൊമ്മക്കൊലു ഒരുക്കുന്നത് പതിവായിരുന്നു. എന്നാൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാതായി അണുകുടുംബങ്ങളായതും മറ്റു പ്രായോഗിക കാരണങ്ങളാലും ബൊമ്മക്കൊലു ഒരുക്കുന്നത് കുറഞ്ഞുവന്നു. ഈ സംസ്കാരം വീണ്ടും ബ്രാഹ്മണ ഗൃഹങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശ്യവും സമൂഹ ബൊമ്മക്കൊലു നടത്തുന്നതിലൂടെ ഭാരവാഹികൾക്കുണ്ട്. ചൊവ്വാഴ്ച മുതൽ നവരാത്രി നാൾ വരെയാണ് ബൊമ്മക്കൊലു നടക്കുന്നത്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന ബൊമ്മക്കൊലുവിൽ
പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും അനശ്വര മുഹൂർത്തങ്ങളും അവതാരങ്ങളും പുണ്യപുരുഷന്മാരും പുനർജനിക്കുകയാണ്. ദശാവതാരവും ശ്രീകൃഷ്ണ കഥാവിഷ്കാരവും ശ്രീരാമ ലക്ഷ്മണ കഥകളെയും ആസ്പദമാക്കി ചിത്രീകരിച്ചിരിക്കുന്ന ബൊമ്മക്കൊലുകൾ നയന മനോഹരമാണ്. പാർത്ഥസാരഥി, അയ്യപ്പൻ, ദേവിയുടെ വിവിധ രൂപങ്ങൾ, നവരാത്രി നാളിൽ ദേവിയെ ആരാധിക്കുന്ന വിവിധ രൂപങ്ങൾ, ലക്ഷ്മി, ദുർഗ, സരസ്വതി തുടങ്ങി നിരവധി ബൊമ്മക്കൊലുകളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും പൂജയും പ്രസാദവും നവരാത്രി നാൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ബ്രാഹ്മണസഭ തൃശൂർ ടൗൺ യൂണിറ്റ് സെക്രട്ടറി വിശ്വനാഥ അയ്യർ പറഞ്ഞു. ദുർഗ, ലക്ഷ്മി, സരസ്വതി വിവിധ രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്ന ഒരു പുണ്യകാലമാണ് ഈ 9 ദിവസം നവരാത്രി. ബ്രാഹ്മണസഭ ഈ 17 കൊല്ലമായി ഇവിടെ ഈ സമൂഹ ബൊമ്മക്കൊലു ഒരുക്കുന്നു. ഇത് കാണാനായിട്ട് വിവിധ സ്കൂൾ കുട്ടികൾ മുതൽ കോളേജ് കുട്ടികൾ വരെ ഗ്രൂപ്പായിട്ട്, അതേമാതിരി എല്ലാ തരത്തിലും പെട്ട എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ ഇവിടെ ഇത് കാണാൻ വരും, കണ്ട് ആസ്വദിക്കും. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ ചരിത്രവും പുരാണവും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതും മനസ്സിലാവും. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴും ഭാരതീയ സംസ്കാരം നിലനിന്ന് ഇങ്ങനെ പോവുക. അതേമാതിരി ഇങ്ങനെ ഒരു ചടങ്ങുള്ളതും അതിൻ്റെ പൂജയും ആ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഐശ്വര്യം നിലനിന്ന് പോകാനുള്ള ഉദ്ദേശം കൂടിയാണ് ബ്രാഹ്മണസഭ ഇത്രയും വലിയ രീതിയിൽ ബൊമ്മക്കൊലു ഒരുക്കുന്നത്. പുണ്യദിനങ്ങളായ നവരാത്രി നാളുകളിൽ ബൊമ്മക്കൊലി ദർശിച്ച് സായുജ്യമടയാൻ പുഷ്പഗിരിയിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് എത്താറുള്ളത്. പതിവിലും 10 മടങ്ങ് പുതുമകളോടെ ഇത്തവണ ഒരുക്കിയ ബൊമ്മക്കൊലു കാണാൻ സ്ത്രീകളും കുട്ടികളടക്കമുള്ള 100 കണക്കിന് പേർ പുഷ്പഗിരിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഈശ്വരന്മാരുടെ രൂപത്തിൽ തനിമയോടെ ഒരുക്കിവെച്ച അന്തരീക്ഷത്തിൽ ഭക്തി നിർവൃതി അടഞ്ഞാണ് ഓരോരുത്തരും മടങ്ങുന്നത്. TCV ന്യൂസ്, തൃശൂർ. ജനവിധി. തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളുടെ പട്ടികയായി. 55 ഡിവിഷനിലെ 40 സീറ്റിൽ CPM മത്സരിക്കും. CPI 9 സീറ്റിലും ജനതാദൾ 2 സീറ്റിലും കോൺഗ്രസ് എസ്, CMP എന്നിവർ ഓരോ സീറ്റിലും മത്സരിക്കും. പ്രതിപക്ഷ നേതാവായിരുന്ന PA പുരുഷോത്തമൻ ഇത്തവണ മത്സരിക്കുന്നില്ല. മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞിരുന്ന അഡ്വക്കേറ്റ് MP ശ്രീനിവാസൻ പുതൂർക്കരയിൽ നിന്ന് ജനവിധി നേടും. CPM പൊതുസ്വതന്ത്രരായി കാളത്തോട് ML റോസി, പനമുക്ക് റോസമ്മ രാജൻ, കുരിയച്ചിറ ജോൺ കാഞ്ഞിരത്തിങ്കൽ, കണ്ണംകുളങ്ങര ഡോക്ടർ D ഷീല വിശ്വനാഥ് എന്നിവർ മത്സരിക്കും. ഇവരിൽ ഡോക്ടർ ഷീല വിശ്വനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായാണ് LDF പരിഗണിക്കുന്നത്. CPM മത്സരിക്കുന്ന കുർക്കഞ്ചേരി, മിഷൻ ക്വാർട്ടേഴ്സ്, പള്ളിക്കുളം, CPI മത്സരിക്കുന്ന ചിയാരം സൌത്ത് എന്നിവിടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളായിട്ടില്ല. മറ്റു ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികൾ ഇങ്ങനെയാണ്: പുങ്കുന്നം P മോഹൻദാസ് CPM, പാട്ടുരായ്ക്കൽ B ശശിധരൻ CMP, ബിയൂർ NN കൃഷ്ണകിഷോർ CPM, പെരിങ്ങാവ് സജിത ഗീവർ CPM, രാമോർമപുരം PK സുരേഷ് കുമാർ CPM, കുറ്റിമുക്ക് P കൃഷ്ണൻകുട്ടി CPM, ചേറൂർ പ്രേംകുമാർ CPM, മുക്കാട്ടുകര ED ജോണി CPM, ഗാന്ധിനഗർ ഹാരി ഫാബി CPM, ചെമ്പൂക്കാവ് CR വത്സൻ കോൺഗ്രസ് എസ്, കിഴക്കമ്പാട്ടുകര അഡ്വക്കേറ്റ് PK ബിന്ദു CPM, പറവട്ടാനി അനൂപ് കരിപ്പാൽ CPM, ഒല്ലൂക്കര സതീഷ് ചന്ദ്രൻ CPM, നെട്ടിശ്ശേരി സ്മിത ജോർജ് CPM, മുല്ലക്കര ബീന ഭരതൻ CPM, മണ്ണുത്തി അഡ്വക്കേറ്റ് MR രാമദാസ് CPM, നടത്തറ ഷീബ ബാബു ജനതാദൾ, ചേലക്കോട്ടുകര റിനോയ് വർഗീസ് ജനതാദൾ, വളർക്കാവ് അജിത ബാബു CPM, അഞ്ചേരി സുരേഷിണി സുരേഷ് CPM, കുട്ടനെല്ലൂർ MN ശശിധരൻ CPM, പടവരാട് വർഗീസ് കണ്ടംകുളത്തി CPM, എടക്കുന്നി CP പോളി CPM, ഒല്ലൂർ ലിസ തോമസ് CPM, ചിയാരം നോർത്ത് ഷനോജ് KM CPM, തേക്കിൻകാട് വല്ലത്ത് രാംകുമാർ NCP, കോട്ടപ്പുറം സുഗുണ സുരേഷ് CPM, കൊക്കാല PK അജിത കുമാരി CPM, വടൂക്കര ജ്യോതിലക്ഷ്മി മണികണ്ഠൻ CPM, നെടുപുഴ ഷീബ പോൾസൻ CPM, കാര്യാട്ടുകര ഡോക്ടർ MN സുധാകരൻ CPM, ചേറ്റിപ്പുഴ MR രാജൻ CPM, പുല്ലഴി രഞ്ജിനി ബിജു CPM, എൽത്തുരുത്ത് അനൂപ് ഡേവിസ് കാട CPM, ലാലൂർ ബിന്ദു സുരേഷ് CPM, അർനാട്ടുകര ലീന ലൂയിസ് CPM, കാനാട്ടുകര സുനിത വിനോദ് CPM, അയ്യന്തോൾ ലത മേനോൻ CPM. തൃശൂർ കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോർപ്പറേഷനിലെ 9 ഡിവിഷനുകളിലേക്കാണ് CPI മത്സരിക്കുക. കണിമംഗലം അജിത വിജയൻ, തൈക്കാട്ടുശ്ശേരി നിഷ ബിജു, കൃഷ്ണാപുരം ബീന മുരളി, സിവിൽ സ്റ്റേഷൻ അഡ്വക്കേറ്റ് KB സുമേഷ്, പൂത്തോൾ സാറാമ റോബ്സൺ, ഒളരി സുനിത സുനിൽ, വില്ലടം ശാന്ത അപ്പു, കുട്ടംകുളങ്ങര ഷിബിഘോഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ.
ചീയാരം ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പിന്നീട് നിശ്ചയിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് 8 ഡിവിഷനുകളിലാണ് CPI മത്സരിക്കുന്നത്. മാള KV വസന്തകുമാർ, കയ്പമംഗലം ET ടൈസൺ, അമ്മാടം ഷീല വിജയകുമാർ, മുല്ലശ്ശേരി ജെന്നി ജോസഫ്, കാട്ടൂർ NK ഉദയപ്രകാശ്, അവണൂർ PR സുരേഷ് ബാബു, തിരുവില്ലാമല ദീപ S നായർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ആമ്പല്ലൂർ സ്ഥാനാർത്ഥിയെ പിന്നീട് നിശ്ചയിക്കും. പെരിഞ്ഞനം സുജിത്ത് ജംഗ്ഷനടുത്ത് ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ ഡ്രൈവറുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വഴിയമ്പലം ഓട്ടോപേട്ടയിലെ ഡ്രൈവർ കയ്പമംഗലം ബീച്ച് സ്വദേശി കോഴിപ്പറമ്പിൽ 55 വയസ്സുള്ള കുട്ടൻ എന്ന ദാസനാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച രാത്രി 8:30 3 പീടിക ബീച്ച് റോഡിൽ പഴയ സുജിത്ത് തിയേറ്ററിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ നിന്ന് തീ ആളിക്കത്തുന്നത് കണ്ട നാട്ടുകാർ വെള്ളമൊഴിച്ച് തീ അണച്ചപ്പോഴാണ് ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ ദാസന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഓട്ടോയും മൃതദേഹവും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. 5 വർഷം മുൻപ് ഭാര്യ രമണിയെ തീക്കൊളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു ദാസൻ. 2 വർഷം മുമ്പാണ് ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയത്. ഇതിനു മുൻപും പലതവണ ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സംഭവം അറിഞ്ഞ് കൊടുങ്ങല്ലൂർ CI സലീഷ്, മതിലകം SI MK ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. സീറ്റ് നിഷേധത്തെ തുടർന്ന് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ജനതാദൾ U ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. പഞ്ചായത്തിലെ 1, 2, 4, 5, 6, 15 എന്നീ വാർഡുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ അരിമ്പൂർ ഡിവിഷനിലേക്കുമാണ് ജനതാദൾ U സ്ഥാനാർത്ഥികളെ നിർണയിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ U UDFുമായി സഖ്യം ചേർന്നാണ് അരിമ്പൂരിൽ പ്രവർത്തിച്ചത്. എന്നാൽ UDF മണ്ഡലം തലത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജനതാദൾ U ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. LDFുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് LDF ചർച്ചയ്ക്ക് വന്നാൽ നോക്കാമെന്ന് നേതാക്കൾ പറഞ്ഞു. സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് മറുകണ്ഠം ചാടിയ CPI കൌൺസിലർ വീണ്ടും പാർട്ടിയിലേക്ക് മടങ്ങി. CPIയുടെ സിറ്റിംഗ് കൌൺസിലറായ നഫീസ ജമാലാണ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയും പിന്നീട് തീരുമാനം മാറ്റുകയും ചെയ്തത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കണ്ടംകുളം വാർഡിൽ നിന്ന് വിജയിച്ച നഫീസ ജമാൽ ഇക്കുറി സീറ്റ് ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് UDF സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തത്. UDF ഇവരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥി വീണ്ടും കൂറുമാറിയത്. അവസാന നിമിഷത്തിൽ പുതിയ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് UDF. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഗുരുവായൂർ നഗരസഭയിൽ കോൺഗ്രസ് I ഗ്രൂപ്പിൽ പൊട്ടിത്തെറി. നഗരസഭയിലെ പൂക്കോട് മണ്ഡലത്തിലാണ് I ഗ്രൂപ്പ് 2ആയി പിളർന്നത്. മണ്ഡലം പ്രസിഡന്റ് MV ലോറൻസിന്റെ നടപടിക്കെതിരെ മുൻ മണ്ഡലം പ്രസിഡന്റ് MF ജോയിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം രംഗത്തെത്തിയതാണ് വിഭാഗീയതയ്ക്ക് കാരണമായത്. സീറ്റുകൾ പേയ്മെന്റ് സീറ്റുകളാക്കി മാറ്റാനാണ് മണ്ഡലം പ്രസിഡന്റ് ശ്രമിക്കുന്നതെന്ന് ആരോപണം. ഇത് സംബന്ധിച്ച് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. പരിയാരത്ത് കോൺഗ്രസിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LDF സ്ഥാനാർത്ഥി ഷീബ ഡേവിസാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകുന്നത്. 10ാം വാർഡിലാണ് ഷീബ ഡേവിസ് ഇക്കുറി മത്സരിക്കുന്നത്. UDFന് മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ അവസാനത്തെ വർഷം പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന് പാർട്ടി നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് മാത്രമല്ല ഇക്കുറി ഷീബയ്ക്ക് സീറ്റും നൽകിയില്ല. പാർട്ടിയുമായി അഭിപ്രായ ഭിന്നതയിൽ നിന്ന ഇവർ തിങ്കളാഴ്ചയാണ് LDFിൽ മത്സരിക്കാൻ ധാരണയായത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ CPMുമായി ധാരണയില്ലാതെ തനിച്ച് മത്സരിക്കാൻ CPI തീരുമാനിച്ചു. LDF മുന്നണി സംവിധാനം പ്രകാരം തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റുകൾ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് CPI തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതനുസരിച്ച് പഞ്ചായത്തിലെ 8 വാർഡുകളിലേക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്കും CPI സ്ഥാനാർത്ഥികളെ നിർത്തും. ഇതിനോടൊപ്പം പഞ്ചായത്തിലെ 1ാം വാർഡിൽ LDF ധാരണയില്ലാതെ NCPIയും തനിച്ച് മത്സരിക്കുമെന്ന് സൂചനയുണ്ട്. ഇനി ചരിത്ര വഴികളിലൂടെ. ഒരു ഭരണചക്ര കാലയളവിൽ വിട്ടുപിരിഞ്ഞ നേതാക്കൾ ഏറെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിരലിൽ മഷി പുരട്ടിയവരാണ് ഇവർ. അഴീക്കോട് മാഷ് വോട്ട് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ജനാധിപത്യത്തിന്റെ ശക്തിയെക്കുറിച്ച് ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്നും വോട്ടർമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇടവേളയിൽ 2012 ജനുവരിയിലായിരുന്നു ആ വേർപാട്. തൃശൂരിന്റെ സ്വന്തം ലീഡർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തൊട്ടുപിറകെയാണ് വിടവാങ്ങിയത്. 2010 ഡിസംബറിൽ വലിയൊരു വിഭാഗം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലീഡറുടെ അനുഗ്രഹം തേടിയെത്തുക പതിവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തനായ നേതാവ് വിളിയം ഭാർഗവനും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണി പോരാളിയായിരുന്നു. ജില്ലക്കാരനല്ലെങ്കിലും വെളിയത്തിന്റെ സാന്നിധ്യം തിരഞ്ഞെടുപ്പ് വേളയിൽ ജില്ലയിൽ പ്രകടമായിരുന്നു. തൃശൂരിന്റെ MP യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിരുന്ന CK ചന്ദ്രപ്പനെയും
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഇടവേളയിൽ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടു. മന്ത്രിയായിരിക്കെയാണ് TM ജേക്കബ് എന്ന കേരള കോൺഗ്രസ് നേതാവിന്റെ വിടവാങ്ങൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വാക്കുകളുടെ ചാട്ടുളിയെറിഞ്ഞ MV രാഘവനും ഓർമ്മയായി. ഓരോ തിരഞ്ഞെടുപ്പ് ഇടവേളകളിലും നഷ്ടപ്പെടുന്ന സാരഥികൾ അവരുടെ പാർട്ടിയെ മാത്രമല്ല സംസ്ഥാനത്തെ ജനതയെയും നയിച്ചവരായിരുന്നു. വാർത്തയിലേക്ക് ഇനി തദ്ദേശം 2015. ഒല്ലൂക്കര കോർപ്പറേഷൻ സോണിൽ 7 ഡിവിഷനുകളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഡിവിഷനിലും UDF-ന് വിജയം സമ്മാനിച്ച ഈ മേഖല ഇത്തവണ ആരെ തുണയ്ക്കുമെന്ന കാത്തിരിപ്പിലാണ്. മുക്കാട്ടുകര, നെട്ടിശ്ശേരി, ഒല്ലൂക്കര, മുല്ലക്കര, മണ്ണുത്തി, കൃഷ്ണാപുരം, കാളത്തോട് എന്നീ ഡിവിഷനുകളാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. മുക്കാട്ടുകരയിൽ ജനതാദൾ അംഗമായ രേഖ സുരേന്ദ്രനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. കൃഷ്ണാപുരത്ത് മുസ്ലിം ലീഗ് പ്രതിനിധിയായ ഡോക്ടർ M. ഉസ്മാൻ വിജയിച്ചു. കോൺഗ്രസ് പ്രതിനിധികളായ MK വർഗീസ് നെട്ടിശ്ശേരി ഡിവിഷനെയും PU ഹംസ മുല്ലക്കര ഡിവിഷനെയും ജയശ്രീ ഭാസ്കർ മണ്ണുത്തി ഡിവിഷനെയും മുൻ മേയർ IP പോൾ കാളത്തോട് ഡിവിഷനെയും പ്രതിനിധീകരിക്കുന്നു. നെട്ടിശ്ശേരി, മുല്ലക്കര, കൃഷ്ണാപുരം, കാളത്തോട് എന്നീ ഡിവിഷനുകൾ ഇത്തവണ വനിതാ സംവരണ ഡിവിഷനുകളാണ്. ഒല്ലൂക്കര പട്ടികജാതി സംവരണ ഡിവിഷനാണ്. നിലവിൽ മണ്ണുത്തിയും മുക്കാട്ടുകരയും മാത്രമാണ് ജനറൽ ഡിവിഷനുകളായുള്ളത്. അതിനാൽ തന്നെ നിലവിലുള്ള പുരുഷ കൌൺസിലർമാർ ഈ ഡിവിഷനുകൾക്കായി കടുത്ത മത്സരത്തിലായിരുന്നു. ദേശീയപാത വികസനം, കുടിവെള്ള പ്രശ്നം, മണ്ണെടുപ്പ്, പാടം നികത്തൽ, വെള്ളക്കെട്ട് എന്നിങ്ങനെയുള്ള പ്രാദേശിക വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവുക. മണ്ണുത്തി ജംഗ്ഷൻ, വെറ്റിനറി സർവകലാശാല, കാർഷിക സർവകലാശാലയിലെ സുപ്രധാന ഭാഗങ്ങൾ, കാർഷിക മേഖല എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഇടമാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് സമ്പൂർണ്ണാധിപത്യം സമ്മാനിച്ച മേഖലയാണെങ്കിലും LDF-ന് ഏറെ വളക്കൂറുള്ള മണ്ണാണിത്. കൃഷ്ണാപുരം ഡിവിഷൻ LDF CPIക്ക് നൽകുന്ന പതിവ് ഇത്തവണയും തുടർന്നേക്കും. മുസ്ലിം ലീഗ്, ജനതാദൾ എന്നീ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചത്. UDF സീറ്റ് നൽകാത്തതിനെ തുടർന്ന് ജനതാദൾ അംഗവും മുതിർന്ന കൌൺസിലറുമായ ML റോസി CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാളത്തോട് ഡിവിഷനിൽ മത്സരിക്കാനുള്ള തീരുമാനം UDF-ന് കടുത്ത തിരിച്ചടിയായി മാറിയിരുന്നു. എങ്കിലും ആ പരിക്ക് മറികടക്കാനുള്ള ശ്രമങ്ങൾ മുന്നണിയിൽ സജീവമായി തുടരുകയാണ്. BJP ഇതിനോടകം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ഇടങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കാർഷിക മേഖലയിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്ന കോൾ നിലങ്ങളുടെ നാടായ അടാട്ട് പഞ്ചായത്ത് ഇത്തവണ കടുത്ത മത്സരത്തിനാണ് വേദിയാകുന്നത്. 18 സീറ്റുകളുള്ള അടാട്ട് പഞ്ചായത്തിൽ നിലവിൽ 13 സീറ്റ് കോൺഗ്രസിനും 5 സീറ്റ് CPM-നുമാണ്. കോൾ നിലങ്ങളുടെ നാടായ അടാട്ട് ജൈവ കൃഷിയെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. നിലവിലെ ഭരണസമിതി നിരവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്തിയതായി അവകാശപ്പെടുന്നു. സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കി. ഇൻസിനറേറ്റർ സ്ഥാപിച്ചു. പുഴയ്ക്കൽ പ്രദേശത്ത് റിവർ ടൂറിസം സ്ഥാപിച്ചു. പഞ്ചായത്തിൽ സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി നടപ്പാക്കി. ആരിക്കാട് കോളനിയിൽ വിവേകാനന്ദ സാംസ്കാരിക നിലയവും അമ്പക്കാട് പ്രിയദർശിനി സാംസ്കാരിക നിലയവും പണി പൂർത്തിയാക്കി. കുറൂർപ്പാറ SC കോളനിയിൽ 1 കോടി രൂപയുടെ വികസനം നടത്തി. 250 വീടുകളുടെ നിർമ്മാണത്തിന് തുക നൽകി. എന്നിങ്ങനെ വികസനങ്ങൾ ഭരണസമിതി അക്കമിട്ട് നിരത്തുമ്പോൾ ഉദ്ഘാടനം നടത്തിയതിലേറെ പൂർത്തിയാകാത്തതും തുടങ്ങാത്തതുമായ പദ്ധതികളാണെന്ന് പ്രതിപക്ഷമായ CPM ആരോപിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും അഴിമതിയാണുള്ളത്. പട്ടികജാതിക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയാണ് പാരിക്കാട് കോളനിയിൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കിയത്. ഭരണവീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഇത്തവണ അധികാരത്തിലെത്താനാണ് CPM ശ്രമിക്കുന്നത്. എന്നാൽ കോൺഗ്രസും CPM-ഉം ചേർന്ന് പഞ്ചായത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് BJP-യുടെ പക്ഷം. ഇത്തവണ ഇരുകൂട്ടരുടെയും ഭരണപരാജയങ്ങൾ എടുത്തു കാണിച്ചുള്ള പ്രചരണത്തിലൂടെ മുന്നേറാനാണ് BJP ശ്രമിക്കുന്നത്. 22.22 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പഞ്ചായത്തിൽ 29,336 വോട്ടർമാരിൽ 14,614 പേർ പുരുഷ വോട്ടർമാരും 14,722 വനിതാ വോട്ടർമാരുമാണ്. സമസ്ത മേഖലകളിലും വൻ വികസന കുതിപ്പിനൊരുങ്ങുന്ന തൃശൂർ താലൂക്കിലെ കൈപ്പറമ്പ് പഞ്ചായത്തിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വേദിയാക്കുന്നത്. ഒരു കാലത്ത് വൈരക്കൽ സംസ്കരണ മേഖലയിലെ ശ്രദ്ധേയമായ സാന്നിധ്യം കൊണ്ട് ലോകഭൂപടത്തിൽ സ്ഥാനം നേടാൻ കൈപ്പറമ്പിന് കഴിഞ്ഞുവെങ്കിലും പിന്നീട് പഴമയുടെ ആ പ്രതാപം കെട്ടടങ്ങി. കാർഷിക മേഖലയായ പഞ്ചായത്തിൽ കായിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാര്യമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കി. 20.48 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പഞ്ചായത്തിൽ 18 വാർഡുകളാണുള്ളത്. ശങ്കരംകണ്ടം, കൊള്ളന്നൂർ, പുറ്റേക്കര, മുണ്ടൂർ, മൈലാംകുളം, മലപ്പടി, പെരിങ്ങന്നൂർ, പഴമുക്ക്, മുതുവന്നൂർ എന്നിവയാണ് ഇത്തവണ വനിതാ സംവരണ വാർഡുകൾ.
ഇതിൽ ശങ്കരംകണ്ടം ഹരിജൻ വനിതാ വിഭാഗത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷം പഞ്ചായത്ത് ഭരിച്ച UDF ഒട്ടേറെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ അംഗത്തിനിറങ്ങുന്നത്. 10 കോടി രൂപ ചെലവിൽ സമഗ്ര റോഡ് വികസന പദ്ധതി നടപ്പിലാക്കി. 30 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്ത് ഓഫീസിന്റെ നവീകരണം, പഞ്ചായത്ത് ഓഫീസിന്റെ കമ്പ്യൂട്ടർവൽക്കരണം, അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നിവയുടെ ചികിത്സയ്ക്ക് ഒരേ സ്ഥലത്ത് സൗകര്യമൊരുക്കുകയും 62 ലക്ഷം രൂപ ചെലവിൽ ആധുനിക രീതിയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം നവീകരിക്കുകയും ചെയ്തു. 13 ലക്ഷം രൂപ ചെലവിൽ നെഹ്റു മണ്ഡപത്തിന്റെ നവീകരണം നടപ്പിലാക്കി. സമ്പൂർണ്ണ വഴിവിളക്ക് പദ്ധതി നടപ്പാക്കി. 3 കോടി 85 ലക്ഷം രൂപ ചെലവിൽ ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സ്പോർട്സ് കോംപ്ലക്സ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 1 കോടി രൂപ ചിലവഴിച്ച് 16 കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിച്ചു. തുടങ്ങിയ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. കുടിവെള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനായില്ല. ഭവന പദ്ധതി വെട്ടിക്കുറയ്ക്കുകയും ഫ്ലോട്ട് ഡിവിഷൻ നിയമം നടപ്പിലാക്കിയതിനെ തുടർന്ന് പണിതീർത്ത വീടുകൾക്ക് നമ്പർ കിട്ടാതാവുകയും ചെയ്തു. പിന്നോക്ക വിഭാഗക്കാർക്കുള്ള ഫ്ളാറ്റ് നിർമ്മാണ പദ്ധതി നടപ്പാക്കാനായില്ല. വൈരക്കൽ സംസ്കരണ മേഖലയെ രക്ഷിക്കാൻ ഒന്നും ചെയ്തില്ല. തുടങ്ങിയ പോരായ്മകൾ നിരത്തിയാണ് LDF ചതുരംഗക്കളത്തിൽ ഇറങ്ങുന്നത്. എന്നാൽ മാറി മാറി പഞ്ചായത്ത് ഭരിച്ച LDFും UDFും വികസന അജണ്ടകൾ നിരത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ജനക്ഷേമത്തിനായി ഒന്നും ചെയ്തില്ലെന്നും ആരോപിച്ചാണ് BJP മത്സരരംഗത്തിറങ്ങുന്നത്. ഭരണ പ്രതിപക്ഷങ്ങൾ ടീ ഷോപ്പ് ഭരണം നടത്തുകയാണെന്നും പ്രതിപക്ഷം ശക്തമല്ലെന്നും ഇവർ ആരോപിക്കുന്നു. മത്സ്യമാംസ വിൽപ്പനയ്ക്ക് പൊതുമാർക്കറ്റ് വേണമെന്നതും എല്ലാവിധത്തിലുള്ള കായിക മത്സരങ്ങൾ നടത്തുവാൻ സാധിക്കും വിധം സ്പോർട്സ് കോംപ്ലക്സും ഇൻഡോർ സ്റ്റേഡിയവും വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ 18 സീറ്റുകളിൽ UDF 10, LDF 8 എന്നിങ്ങനെയാണ് കക്ഷിനില. കേരള ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ബ്രാഹ്മണസഭ തൃശൂർ ജില്ലാ സമിതി സ്വീകരണം നൽകി. പുങ്കുന്നം ജാനകിനാഥ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് S. ശിവരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്രാഹ്മണസഭയുടെ സംസ്ഥാന പ്രസിഡന്റായി വിരമിച്ച V. രാമലിംഗത്തിനെ കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ TS. കല്യാണരാമൻ ആദരിച്ചു. TS. വിശ്വനാഥ നായർ, ജില്ലാ സെക്രട്ടറി മൂർത്തി, NT. വെങ്കടാചലപതി തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി ബ്രാഹ്മണരുടെ ഗ്ലോബൽ മീറ്റ് കൊച്ചിയിൽ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. മൂന്നാറിലെ പെമ്പിളൈ ഒരുമൈ സമരത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്നതെന്ന് ചിന്തകൻ K. വേണു പറഞ്ഞു. പെമ്പിളൈ ഒരുമൈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂരിലെ സാംസ്കാരിക പ്രവർത്തകർ തൃശൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യദാർഢ്യ പ്രഖ്യാപനം മാത്രം പോരെന്നും പെമ്പിളൈ സമരക്കാരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് വേണ്ടതെന്നും K. വേണു കൂട്ടിച്ചേർത്തു. A. ഗോപിനാഥ് അധ്യക്ഷനായിരുന്നു. ഫാദർ ജോർജ് പുലിക്കുത്തിയിൽ, ആൽവിൻ, C. ഹസീന, രേഖാരാജ്, പൂനം റഹീം തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തയിലേക്ക് വീണ്ടും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന് സീറ്റുകൾ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഖദർ ഷർട്ട് ഊരിവെച്ച് പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് തൃശൂർ പാർലമെന്ററി പാർട്ടി പ്രസിഡന്റ് ഷിജു വെളിയത്തിന്റെ നേതൃത്വത്തിൽ 50ഓളം പ്രവർത്തകരാണ് പ്രകടനം നടത്തിയത്. DCC നേതൃത്വത്തിനെതിരെ രഹസ്യയോഗം ചേർന്ന ശേഷമായിരുന്നു പ്രകടനം. അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ സീറ്റിലും യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ യോഗത്തിൽ ധാരണയായി. ഒരു മാസമായി വയനാട് വിറപ്പിച്ച പുലി തൃശൂരിലെത്തി. മാനന്തവാടി കാട്ടിക്കുളം ആനപ്പാറയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ഞായറാഴ്ച 8:30യോടെയാണ് തൃശൂർ മൃഗശാലയിൽ എത്തിച്ചത്. ഒരു രാത്രി വനംവകുപ്പിന്റെ കൂട്ടിൽ ഇട്ട പുലിയെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മൃഗശാലയിലെ പ്രത്യേക കൂടിനുള്ളിലേക്ക് മാറ്റിയത്. ഒരു പല്ല് പോയിട്ടുണ്ടെങ്കിലും 7 വയസ്സുകാരനായ ആൺപുലി വലിയ ശൗര്യക്കാരനാണെന്ന് മൃഗശാല അധികൃതർ പറഞ്ഞു. ഭക്ഷണവും വെള്ളവും കഴിച്ച പുലി പൂർണ്ണ ആരോഗ്യവാനാണ്. മൃഗശാലയിലേക്ക് പുതിയ അതിഥി കൂടി എത്തിയതോടെ പുലികളുടെ എണ്ണം 5ആയി. 4 ആൺപുലിയും 1 പെൺപുലിയുമാണ് മൃഗശാലയിൽ ഉള്ളത്. താമരപ്പൂ കൃഷിയിലൂടെ ഈശ്വരാനുഗ്രഹം തേടുകയാണ് കാർത്യായനി എന്ന വൃദ്ധ. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തണ്ണീർക്കായൽ പരിസരത്തെ കൊച്ചുകുടിലാണ് വിശ്വനാഥ മന്ദിരം കാർത്തിയാനി താമസിക്കുന്നത്. കാർത്തിയാനിയും കുടുംബവും താമര കൃഷി തുടങ്ങിയിട്ട് 5 വർഷമായി. വീടിന് സമീപമുള്ള വലിയ കുളത്തിലാണ് താമരപ്പൂ കൃഷി. വീട്ടുവളപ്പിലുള്ള ശ്രീകുരുമ്പ ദേവി ക്ഷേത്രത്തിലേക്കായാണ് താമരപ്പൂ കുളത്തിൽ വളർത്തിയത്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ക്ഷേത്രം തുടങ്ങി സമീപത്തെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലേക്കും ഇവർ താമരപ്പൂ എത്തിച്ചു നൽകുന്നുണ്ട്. യാതൊരു പ്രതിഫലവും കൈപ്പറ്റാതെ ഈശ്വരാനുഗ്രഹം മാത്രം പ്രതീക്ഷിച്ചാണ് ഇവരുടെ താമരപ്പൂ കൃഷി. കാർത്തിയാനി അമ്മയെ താമരപ്പൂ കൃഷിയെ സഹായിക്കാനും ക്ഷേത്രങ്ങളിലേക്ക് താമരപ്പൂ എത്തിക്കുന്നതിനും
മക്കളായ രമേശ്, രാജേഷ്, രജീഷ് എന്നിവരും മരുമക്കളായ കൃഷ്ണകുമാരിയും മിനിയും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. തകർന്നു വീഴാറായ കൂരയിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസപ്പെടുമ്പോഴും ഈശ്വരാനുഗ്രഹം തങ്ങൾക്ക് ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് കാർത്തിയാനിയും കുടുംബവും. TCV ന്യൂസ്, പാവറട്ടി. NB കൃഷ്ണവാര്യർ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ദ്വിദിന NB അനുസ്മരണ സമ്മേളനങ്ങൾക്ക് തൃശൂരിൽ തുടക്കമായി. ഉദ്ഘാടന സമ്മേളനത്തിൽ കവി ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി R. ഗോപാലകൃഷ്ണൻ, കൃഷ്ണവാര്യർ സ്മാരക ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KV രാമകൃഷ്ണൻ, ആത്മാരാമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൃഷ്ണവാര്യർ ഡിജിറ്റൽ ആർക്കൈവ്സ്, വിവിധ സെമിനാറുകൾ എന്നിവ നടന്നു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 അനുസ്മരണ സമ്മേളനങ്ങൾക്ക് സമാപനമാകും. മഹാകവി അക്കിത്തം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള UDFന്റെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. I ഗ്രൂപ്പ് 30 സീറ്റിലും A ഗ്രൂപ്പ് 17 സീറ്റിലും മത്സരിച്ചേക്കും. മന്ത്രി CN ബാലകൃഷ്ണന്റെ മകൾ CB ഗീതയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടതില്ലെന്ന് ധാരണ. തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളുടെ പട്ടികയായി 40 സീറ്റിൽ CPM-ഉം 9 സീറ്റിൽ CPI-യും മത്സരിക്കും. വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി ആശാരിക്കാട് കുരിശുപള്ളി വെള്ളച്ചാൽ നിവാസികൾ. വർഷങ്ങളായിട്ടും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. തൃശൂർ കേരളവർമ്മ കോളേജിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനെതിരെ SFI സമരം ആരംഭിച്ചു. ബീഫ് വിവാദം സംബന്ധിച്ച തുടർ നടപടികൾ ചൊവ്വാഴ്ച നടക്കുന്ന അച്ചടക്ക സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. ചാലക്കുടി പുഴയിലെ പാൽപ്പുഴ കടവിൽ കാണാതായ +1 വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. പുളിയനം കുഴുപ്പള്ളി സ്വദേശിനി വിസ്മയയാണ് മരിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്ക ജ്വല്ലറി,